ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ തമ്പുലയിൽ കണ്ടപോലെ ഒരു വ്യക്തിയുടെ തൊഴിലും വിദ്യാഭ്യാസം, ദാമ്പത്യം എന്നിവ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു ഗ്രഹനില വിശ്വകനാണ്. അതായത് ഇതിൽ ഒരു സ്ത്രീയിലും ഒരു പുരുഷന്റെ ഉണ്ട്. കാരണം അവര് എന്താ പറയുക, അതും വിവാഹ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് വിദ്യാഭ്യാസം, ആദ്യം നമുക്ക് ഈ ഗ്രഹനില ഒന്ന് സ്കാൻ ചെയ്തു. കൂടുതലായിട്ട് നിങ്ങളോട് അനാവശ്യ കമന്റുകളൊന്നും പറയുന്നില്ല. പരമാവധി ഞാൻ തുടക്കം തന്നെ നീട്ടി വലിക്കാണ്ട് പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാൻ നോക്കുകയാണ്. ഇവിടെ നോക്കൂ, 16/12/1996 ഒരു സ്ത്രീ ഗ്രഹനിലയാണ്. അവിടെ ലഗ്നം വന്നിരിക്കുന്നത് ചിങ്ങമാണ്. ലഗ്നത്തിൽ കുജൻ, 2-ൽ സർപ്പൻ, ശുക്രൻ 4, രവി, ഗുരു, ബുധൻ 5-ലുണ്ട്, ചന്ദ്രൻ 6-ലുണ്ട്. ചന്ദ്രൻ 7-ാം ഭാവത്തിൽ, ചന്ദ്രൻ 8-ൽ ശനി, ശിഖിയുണ്ട്, മാന്തി 12-ലുണ്ട്. ഇതാണ് ഗ്രഹനിലയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ത്രീജാതകത്തില് എന്താ പറയാ, ആദ്യം വിദ്യാഭ്യാസം ഒന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ലഗ്നത്തിന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 2-ാം ഭാവത്തിൽ സർപ്പനുണ്ട്. ഇവിടെ ജ്യോതിഷികൾ പറഞ്ഞുണ്ടാക്കണം എന്താണ്, 2-ാം ഭാവത്തിൽ സർപ്പൻ നിൽക്കുക, ശിഖിയുടെ ദൃഷ്ടി 2-ലേക്ക് വരിക, വിദ്യാഭ്യാസം കിട്ടില്ല. പ്രത്യക്ഷം നോക്കി കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസം കിട്ടില്ല. ശനി 12 മാന്തി ഗുളിയൻ 12 ആയുർദോഷവും പറഞ്ഞു. കാരണം ഇത് നമ്മൾ ഒരു ഗ്രഹനില നമുക്ക് എനിക്ക് വന്നൊരു ഗ്രഹനിലയായിരുന്നു. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു ഡൈവോഴ്സിൽ വെക്കിൽ നിൽക്കുന്നതാണ്. സന്താനം ഇല്ല, ഡൈവോഴ്സ് വക്കിൽ നിൽക്കണ ഒരു, അതായത് നമ്മുടെ എന്താ പറയുക കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മുടെ എന്താ പറയുക കോടതിന്റെ ഒരു ഇത് അപ്പൊ ബാക്കി കാര്യങ്ങളോട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം എന്തുകൊണ്ടാന്നുള്ളത് നമുക്ക് ഗ്രഹനില നോക്കാം. അപ്പം ഇവിടെ നോക്കൂ, 2-ാം ഭാവാദി ഇവിടെ നോക്കുമ്പോൾ വിദ്യ കിട്ടില്ല എന്ന് പറയും. കാരണം 2-ൽ സർപ്പനുണ്ട്, ശിഖിയുണ്ട്, ശനിയുടെ ദൃഷ്ടി 2 പോയി കിടക്കുക. അപ്പോൾ നോക്കൂ, നമ്മളൊരു കാര്യം 2 കൊണ്ട് നോക്കുമ്പോൾ വിദ്യാകാരകൻ എവിടെ, 2-ാം ഭാവാധിപൻ എവിടെ? 2-ാം ഭാവാധിപനും വിദ്യാ, വാക്ക്, കുടുംബം 11 ലാഭസ്ഥാനത്ത്. ഈ ചിങ്ങ ലഗ്നക്കാരനും കുംഭലഗ്നക്കാരനും മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. അതായത് 2-ഉം 11-ഉം ഭാവാധിപൻ. ഇവിടെ വ്യാഴമാണെങ്കിൽ ഇവിടെ നമ്മുടെ ബുധനാണ്. 2-ാം ഭാവാധിപൻ, ഇവിടെ സർപ്പനെയല്ല നോക്കേണ്ടത്. 2-ാം ഭാവാധിപൻ എവിടെ? 2-ാം ഭാവാധിപൻ നോക്കൂ, 4-ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി ത്രികോണ രാശിയിൽ നിൽക്കുന്ന വ്യാഴവുമായിട്ട് യോഗം ചെയ്തു നിൽക്കുന്നു. അതുമാത്രമല്ല ലഗ്നാധിപനുമായിട്ടാണ് യോഗം ചെയ്യുന്നത്. അത് നിപുണയോഗം പ്രദാനം ചെയ്യുന്നു. അത് വളരെ ഒരു കാര്യമാണ്. അപ്പം ഈ വ്യക്തിക്ക് അസാധ്യ വിദ്യാഭ്യാസം ഉണ്ടായി എന്നുള്ളതും കൂടിയാണ്. അല്ലാതെ ഒരു കാരണവശാലും ഇവിടെ സർപ്പൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ വിദ്യ ഒരിക്കലും മുടങ്ങില്ല. കാരണം 2-ാം ഭാവാധിപൻ എവിടെ നോക്കണം, അതിന്റെ കാരകനെ നോക്കണം. 2-ാം ഭാവാധിപനും നമ്മുടെ ആ ഉച്ചക്ഷേത്ര ഉച്ചക്ഷേത്രവനായ ബുധൻ വിദ്യാകാരകൻ 5-ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന വ്യാഴവുമായിട്ട് യോഗം ചെയ്ത്, അതുമാത്രമല്ല ലഗ്നാധിപനുമായിട്ടാണ് 2-ാം ഭാവാധിപൻ യോഗം ചെയ്യുന്നത്. ഈ കൊച്ചി എന്ന് പറയുന്നത് MBA കഴിഞ്ഞ കുട്ടിയാണ്. ബിസിനസ് റിലേഷൻ ഉള്ള, അതായത് ബിസിനസ്സിന്റെ ആ ഒരു മേഖലയിലുള്ള വിദ്യാഭ്യാസമാണ് ആ കുട്ടിക്ക് കിടക്കണം. കാരണം ബുധൻ വിദ്യാകാരകനാണ്, എഞ്ചിനീയറിന്റെ കാരകനാണ്. ആ ലഗ്നാധിപനും പവർഫുൾ ആ വ്യാഴത്തിന്റെ ഒക്കെ ആ ലഗ്നത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നിരിക്കുന്നു. അതായത് വ്യാഴത്തിന് ലഗ്നത്തിന് പരിപൂർണ ബലമുണ്ട്. കാരണം വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ കർമ്മഭാവം നോക്കൂ, 10-ാം കേന്ദ്ര സ്ഥാനത്ത് നിന്നുകൊണ്ട് 10-ലേക്ക് നമ്മുടെ സമ്പത്തിന്റെ കാരകൻ ശുക്രന്റെ ദൃഷ്ടി. സ്വക്ഷേത്രമാണ് 10-ാം ഭാവം. അതായത് ചിങ്ങലഗ്നത്തിന്റെ 10 എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. ആ ഇടവൻ രാശിന്റെ അധിപൻ ദുസ്ഥാനത്തല്ല, കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് 10-ലേക്ക് ദൃഷ്ടി. അപ്പൊ അത് തന്നെ അവിടെ, അതുകൊണ്ടാണ് നമ്മുടെ ഈ ശുക്രൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ എല്ലാത്തിനും ഒരു എന്താ പറയുക കർമ്മ മേഖലയിൽ പുഷ്ടിമ കൊടുത്ത് മുന്നേറാനുള്ള ഒരു കാര്യം കൂടി കൊടുത്തു എന്നുള്ളത് കൂടി. മാത്രമല്ല കർമാധിപൻ 10-ന്റെ കാരകൻ ശനി 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 8-ൽ നിന്നുകൊണ്ട് 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 10-ന്റെ കാരകനാണ്. അവിടെ കാരകദോഷം എന്ന് പറയരുത് ഒരിക്കലും, അങ്ങനത്തെ സംവിധാനം ഇല്ല. അപ്പോൾ നിരന്തരമായിട്ട് ഒരു കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ പൂർണ്ണ വിജയം കണ്ടെത്തുന്ന ഒരാളും കൂടിയാണ് ഈ ഭാവാധിപൻ. ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 2-ാം ഭാവാധിപൻ ലഗ്നാധിപനുമായിട്ട് യോഗം ചെയ്ത് ശുഭഗ്രഹങ്ങളോടുകൂടി ലഗ്നാധിപൻ നിൽക്കുന്നു, ത്രികോണ രാശി നിൽക്കുന്നു. 8-ൽ നിന്നുകൊണ്ട് ശനി 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ്.
മാത്രമല്ല ഇവിടെ ഈ ലഗ്നത്തിൽ, അതായത് ലഗ്നത്തിൽ കുജൻ അതായത് കർമ്മധർമാധിപൻ എന്നാണ് പറയുന്നത്. ലഗ്നത്തിൽ നിന്ന് കുജൻ, അതായത് ലഗ്നാധിപൻ, ഈ കുജൻ എന്ന് പറയുന്നത് നമ്മുടെ കർമാധിപനാണ്, നമ്മുടെ ഭാഗ്യാധിപൻ, അതായത് കർമ്മധർമാധിപനാണെന്ന് പറയുന്നത്. കർമ്മകാരകൻ ശനി, ധർമാധിപൻ കുജൻ. ആ കുജൻ എന്ന് പറയുന്നത് കർമ്മകാരകനെയും ദൃഷ്ടി ചെയ്യുന്നു. അവിടെ ഒരു ശനി യോഗം എന്ന് പറയുമ്പോൾ അത് ദോഷമല്ല പറയുന്നത്. കർമാധിപൻ നമ്മുടെ ഭാഗ്യാധിപനുമായിട്ട് വന്ന ബന്ധം, അതും നല്ല ജീവയാത്രാനുഭവത്തിലേക്ക് നല്ല അനുഭവം കൊടുത്തു എന്നുള്ളതാണ്. അത് കർമ്മധർമ്മ അധിപന്മായിട്ടുള്ള ബന്ധം വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. കർമാധിപൻ ആരാണ്? ശുക്രൻ. ധർമാധിപൻ ആരാണ്? കുജൻ, ഭാഗ്യാധിപൻ. കർമ്മകാരകൻ ആര്? ശനി. ഇങ്ങനെയാണ് വരുന്നത്. അവിടെ മാത്രമല്ല ഭാഗ്യരാശിയിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നിരിക്കുന്നു. അപ്പോൾ അവിടെ ലഗ്നത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി, 5ലേക്ക് ദൃഷ്ടി. അപ്പോൾ പവർഫുള്ളായ ഗ്രഹനില തന്നെയാണ് വിദ്യാഭ്യാസം കൊണ്ട് ഈ കൊച്ചിനുണ്ടായിരിക്കുന്നത്. നല്ല ഭാഗ്യം, അതാണ് പറയുന്നത്, നല്ല ഭാഗ്യമുള്ള അനുഭവം, ഈ ഗുണം ഉള്ള ജോലിയാണ് ഈ സ്ത്രീക്ക് ഉണ്ടായിരിക്കുന്നത് എല്ലാ കാര്യത്തിലും. ചെറിയ ഒരു പ്രശ്നം കൊടുത്തു. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഈ കൊച്ചിലുണ്ട് എന്നുള്ളതും കൂടിയാണ്. എന്താണ്? ലഗ്നാധിപനായ രവി, അതായത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ലഗ്നത്തിൽ കുജൻ, ഈ കൊച്ചിന് വളരെ അമിതമായിട്ട് മൈഗ്രെയിൻ പോലെ തലവേദനകൾ എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. കാരണം ലഗ്നത്തിൽ കുജൻ എന്ന് പറഞ്ഞ ശിരസിന്റെ കാരകത്വം ഈ ലഗ്നത്തിനുണ്ട്. അത് മേടന്റെ ഓരോ ഭാവം ചിന്തിക്കുമ്പോൾ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ആ ലഗ്നത്തിൽ കുജൻ മൈഗ്രെയിൻ പോലെ തലവേദനകൾ വിട്ടുമാറത്തില്ല എന്നുള്ളത്. അതുമാത്രമല്ല ലഗ്നാധിപൻ എന്ന് പറയുന്നത് രവിയാണ്. ആ ലഗ്നാധിപന് നിൽക്കുന്ന രാശി ശനിക്ക് 10ലേക്ക് ദൃഷ്ടി. അപ്പോൾ ലഗ്നാധിപന് ശനി ബന്ധം വന്നിരിക്കുന്നു. ആ നിയന്ത്രണത്തിന്റെ കാരകനും ശനി ബന്ധം വന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആരോഗ്യപരമായിട്ട് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊടുത്ത് എന്നുള്ളതും കൂടിയാണ്. ഇനി പുരുഷ ജാതകത്തിലേക്ക് നമുക്ക് കടക്കാം. വിവാഹഭാവം ഞാൻ നോക്കാം. ഈ പുരുഷന്റെ ഇതും കൂടി നോക്കിയിട്ട് നമുക്ക് വിവാഹഭാവത്തിലേക്ക് കൊടുക്കാം. എന്താണ് ഈ വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. നോക്കൂ, പുരുഷ ജാതകത്തിൽ നോക്കൂ, ലഗ്നം വന്നിര 4/2/1990 1 PM ജനിച്ച പുരുഷ ഗ്രഹനിലയാണ്. ലഗ്നം ഇടവമാണ്. ചന്ദ്രൻ ലഗ്നബന്ധത്തിലുണ്ട്. ഗുരു 2ലേക്കുണ്ട്. ശനി 3ലുണ്ട്. മാതി 3ലുണ്ട്. 4, 5, 6, 7 ശൂന്യമാണ്. കുജൻ, ബുധൻ, ശുക്രൻ, മന്ദൻ 8ലുണ്ട്. രവിയും സർപ്പനും നമ്മുടെ 9ലുണ്ട്. ഇതാണ് ഗ്രഹനിലയിലുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾക്കും വിദ്യാഭ്യാസം ഉണ്ടോ? ഇടവൽ ലഗ്നത്തിന്റെ 11ഉം 8ഉം ഭാവാധിപൻ വ്യാഴം 2ൽ നിൽക്കുന്നു. അപ്പോൾ ആദ്യം വിദ്യാഭ്യാസം കിട്ടുമോ നോക്കാം. ഇവിടെ വ്യാഴം 2ൽ നിൽക്കുമ്പോൾ വിദ്യ കിട്ടണല്ലോ. തീർച്ചയായിട്ടും വിദ്യ കിട്ടും. പരിപൂർണ ശുഭഗ്രഹമാണ്. ജ്ഞാനത്തിന്റെ, അറിവിന്റെ എല്ലാം ആളാണ് ഈ വ്യാഴം. ആ 2ാം ഭാവാധിപൻ എവിടെ? 2ാം ഭാവാധിപൻ നോക്കൂ, ലഗ്നത്തിന്റെ 8ൽ പോയി. വിദ്യ കിട്ടില്ല എന്ന് പറയുന്നു. ഒറ്റയടിക്ക് ജ്യോതിഷുള്ള കാര്യം കഴിഞ്ഞു. 2ാം ഭാവാധിപൻ 8ൽ നോക്കരുത്. 8ൽ നിന്നുകൊണ്ട് 2ലേക്ക് ദൃഷ്ടി, അതായത് 2ാം ഭാവാധിപനെയും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു. ബുധനും 2ലേക്ക് ദൃഷ്ടി വന്നിരിക്കുന്നു. അതുമാത്രമല്ല കുജൻ 2ലേക്ക് ബന്ധപ്പെട്ടിരിക്കുന്നു. ശുക്രൻ 2ലേക്ക് ബന്ധപ്പെട്ടിരിക്കുന്നു. ശനി 2ലേക്ക് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം അതുമാത്രമല്ല ശുക്രനും കുജനും ബുധനും ബന്ധപ്പെടുമ്പോൾ ബാഹുയോധ, സാഹസിക പ്രവർത്തനങ്ങൾ, സ്പോർട്സ് സംബന്ധമായിട്ട് കാര്യങ്ങൾ, രണ്ടുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്ക് ബന്ധം വന്നു. അതുമാത്രമല്ല കുജനും ശുക്രനും എന്ന് പറയുന്നത് ഈ 2ലേക്ക് ദൃഷ്ടി വരുമ്പോൾ ഇയാൾ കെമിസ്ട്രി വിഷയമാണ് പഠിച്ചിരുന്നത്. കുജനും ശുക്രനും 2ലേക്ക് ബന്ധപ്പെടുമ്പോൾ കെമിസ്ട്രിയിലേക്ക് താല്പര്യം കൂടുതൽ വരും. അപ്പം 2ാം ഭാവത്തിലേക്ക് ഒന്നിൽ കൂടുതൽ വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അതാണ് MSc BSc കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അതായത് ഇയാളുടെ വിഷയം എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. കാരണം കുജൻ 2ലേക്ക് ബന്ധപ്പെടുന്നു, ബുധനും 2ലേക്ക് ബന്ധപ്പെടുന്നു, ശുക്രനും ബന്ധപ്പെടുന്നു, ശനിയും ബന്ധപ്പെടുന്നു. അപ്പം ഇവിടെ ശനി ബന്ധപ്പെടുന്നത് കൊണ്ട് വിദ്യാഭ്യാസം കിട്ടില്ല. ഇവ പറയും 8ലേക്ക് ബുധൻ പോയതുകൊണ്ട് വിദ്യാഭ്യാസം കിട്ടില്ല. പക്ഷെ നോക്കൂ, ലഗ്നാധിപനാണ് ഈ ശുക്രൻ.
ഇടവൻ രാശിന്റെയും 6-ന്റെയും അധിപൻ ശുക്രനാണ്. ആ ശുക്രൻ 8-ലായാലും ലഗ്നാധിപന്റെ ദൃഷ്ടി വന്നിരിക്കുന്നു, വിദ്യാകാരകന്റെ ദൃഷ്ടി വന്നു. അസാധ്യ വിദ്യാഭ്യാസം ഉള്ള വിദ്യാഭ്യാസം എന്ന് പറയും. അതിൽ കൂടുതൽ വിദ്യാഭ്യാസം കെമിസ്ട്രി വിഷയമാണ് ഇയാൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കർമ്മഭാവം നോക്കാം. കർമ്മഭാവത്തിലേക്ക് നോക്കുമ്പോൾ കർമാധിപൻ എവിടെ? കർമാധിപൻ നോക്കി 8-ലായി പോയി, കർമാധിപനും പോയി പറഞ്ഞു. അവിടെയും വിദ്യാഭ്യാസം ജോലിക്ക് മറ്റു ബുദ്ധിമുട്ട് വന്നു. കർമ്മ 8-ൽ പോയി. കർമാധിപൻ നിൽക്കുന്ന രാശിയിൽ 3-ലേക്ക്, ഭാവാധിപൻ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. കാരകനും കൂടിയാണ് ശനി ദൃഷ്ടി ചെയ്യണത്. കാരകനും ശനി, 10-ാം ഭാവാധി ശനി 8-ൽ നിന്നുകൊണ്ട് കർമ്മഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതുമാത്രമല്ല, ഇടവൻ ലഗ്നക്കാരന്റെ യോഗ കാരകനാണ് ശനി. അപ്പോൾ അസാധ്യ വിദ്യാഭ്യാസം, അസാധ്യ ജോലി, മൾട്ടി വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത്. അത് ഒന്നിൽ കൂടുതൽ വിദ്യാഭ്യാസം ചെയ്ത് അതും എന്താ പറയുക, നല്ല ഒരു മേഖലയിൽ 2 പേരും ജോലി ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷേ എന്തുകൊണ്ട് വിവാഹം പാപസാമ്യ മൂല്യം നോക്കി? ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞതാണ്, ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും 2, 4, 7, 8, 12 ഇത്യാദി കാര്യങ്ങളിൽ മാർക്ക് ഇട്ടിട്ട് വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ്. ഈ ഒരു ഗ്രഹനില എന്ന് പറയുന്നത് ഒരു അമ്പലത്തിലെ ഒരു ക്ഷേത്രത്തിലെ ഒരു ശാന്തി അല്ലെങ്കിൽ ഒരു തിരുമേനി നോക്കിക്കൊടുത്ത ഗ്രഹനിലയാണ്. പാപസ്വാമി ഉത്തമം, ദശാസന്ധി ഉത്തമം, നക്ഷത്രപ്പൊരുത്തം ഉത്തമം. ഇതിൽ കൂടുതൽ ഇവർക്ക് വേറെ യോജിക്കാൻ വേർപിടിയാത്ത അത്ര ഐക്യമുള്ള ഗ്രഹനില പരിപൂർണമായിട്ട് നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്ത ഒരു ഗ്രഹനിലയാണ്. വിദ്യാഭ്യാസം നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കി. 2-ാം ഭാവം നോക്കി, കാരകനെ നോക്കി, 2-ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന നോക്കി, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കി. എന്തുകൊണ്ട് ഇവർ 5ഉം 7ഉം നോക്കിയില്ല? ഇതാണ് ഇനിയെങ്കിലും പറയും. ഈ ഇതേപോലുള്ള വീഡിയോ ഇടുന്നത് തന്നെ ഓരോ മാതാപിതാക്കളും നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം വെച്ചാൽ ഇതേപോലെ വീഡിയോ ഇനി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പാപസാമ്യത്തിന്റെ പുറകെ ഒരു കാരണവശാലും പോകരുത്. നമ്മുടെ ലഗ്നം കൊണ്ട് ചിന്തിക്കും നിങ്ങൾ. ചന്ദ്രാലും ശുക്രാലും അല്ല കാര്യം, ലഗ്നമാണ് കേന്ദ്രബിന്ദു. അത് അടിസ്ഥാനം നോക്കിയിട്ട് മാത്രം മുന്നോട്ട് പോകുക. നോക്കൂ, നമ്മളിവിടെ 7-ാം ഭാവത്തിലേക്ക് നോക്കൂ. 7-ാം ഭാവാധിപൻ നമ്മൾ ലഗ്നം കൊണ്ട് ചിന്തിക്കുക. ചന്ദ്രാലും ശുക്രാലും നിങ്ങൾ ഇനിയെങ്കിലും ഈ ശാസ്ത്രീയമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകല്ലേ. നക്ഷത്രം, ഈ ഒരു നക്ഷത്രം രഞ്ജിദോഷം, അതേപോലെ തന്നെ മധ്യമരഞ്ജു ദോഷം, 8 പൊരുത്തം 2 ദോഷം. മധ്യമരഞ്ജു ദോഷമാണ്, രഞ്ജു ദോഷം ഒരു ദോഷമാണ്. നിങ്ങൾ ഒരു മനസ്സിലാക്കുക, ഈ രഞ്ജു ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ഒരാളെ കൊല്ലത്തില്ല. ഇവിടെയാണ് നിങ്ങൾ സാധാരണ രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ ഒരു നക്ഷത്രം ഒരാളെ കൊല്ലത്തില്ല. ഭർത്തും 8-ലൊരു പാവം നിന്ന് കഴിഞ്ഞാൽ ഭർത്ത് മരണം, അതേപോലെ ഒരാളെ കൂട്ടി, അങ്ങനത്തെ സംഗതിയില്ല. ഈ ശാസ്ത്രീയമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒന്ന് ബോധവാൻ ഇനി ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാവി നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തും. അത് മനസ്സിലാക്കുക. ഇവിടെ ഓരോ ജ്യോതിഷടുത്ത് പോകുമ്പോൾ ഒരു മോളുടെ ഗ്രഹനില നോക്കുമ്പോൾ, ഇന്നാൾ എൻ്റെ അടുത്ത് ഒരു കസ്റ്റമർ വന്നിരുന്നു. എൻ്റെ മകളുടെ ജ്യോതിഷി നക്ഷത്രം ഏതൊക്കെ ചേർക്കേണ്ടത് എന്ന് നോക്കിയിട്ട് വിട്ടിട്ടുണ്ടെന്ന്. അത് അനുസരിച്ച് ചേർക്കാൻ പാടുള്ളൂ. ഈ നക്ഷത്രം എന്ന് പറഞ്ഞ ഒരു അടിസ്ഥാനവും ഇല്ല. ഗ്രഹനില പിന്നെ എന്തിനാണ് നിങ്ങളോട് ചോദിക്കുക. നോക്കൂ, ഇവിടെ എല്ലാം നോക്കിക്കൊടുത്തു. ഇത് ആണ് പറഞ്ഞത് ജ്യോതിഷം നമ്പറല്ലേ. ജ്യോതിഷം എന്നുള്ളത് ശരിക്കും പറഞ്ഞ പോലെ 12 രാശിയിൽ വിശകലനം ചെയ്തിട്ടാണ് നോക്കേണ്ടത്. അല്ലാതെ ഓടിച്ചെന്ന ഒരു സോഫ്റ്റ്വെയറിൽ കണ്ടിട്ട് അത് അങ്ങനെ അതേപടി പ്രിന്റ് ചെയ്തിട്ട് ബുക്കിലുള്ള പ്രമാണം എടുത്തിട്ട് നക്ഷത്രങ്ങളും അതേപോലെ തന്നെ വിവാഹ നക്ഷത്രങ്ങളും എഴുതി കൊടുത്ത് വീട്ടുകാർ, സ്ത്രീയുടെ ആയാലും പുരുഷ വീട്ടുകാരെടുക്കുമ്പോൾ ഇവരിത് തെരഞ്ഞു പോകും ഈ നക്ഷത്രമാണെന്ന്. അപ്പോൾ ഈ 2 പേരുടെ വിവാഹ ഭാവത്തിന് 7-ാം ഭാവം കൊണ്ട്, അല്ലെങ്കിൽ 8 അല്ല 7-ാം ഭാവത്തിന് ദോഷം വന്നിട്ടുണ്ടോ ഇവർ നോക്കണില്ല. കാരണം ഇവർ ശാസ്ത്രീയമായിട്ട് ഗ്രഹനില വിശകലനം ചെയ്യാൻ ഇവർക്ക് അറിയത്തില്ല. സത്യം, ഞാൻ ഇനിയിപ്പോൾ യൂട്യൂബ് കൂടെ എത്ര വിമർശനമായാലും ഇല്ല, യഥാർത്ഥ രീതിയിൽ വിശകലനം ചെയ്യണം. കുറെ എല്ലാം പറയും, ഒറ്റയടിക്ക് പറയും പ്രമാണം പ്രമാണം പ്രമാണം. എന്ത് പ്രമാണം? പ്രമാണം കെട്ടിപ്പിടിച്ചിട്ടാണോ? എത്ര ലക്ഷക്കണക്കിന്, ഞാൻ ഒരാളല്ല പറയണത്, എൻ്റെ ഗുരുനാഥന്മാരൊക്കെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട്. എത്ര വീഡിയോസ് ആ ഗുരുനാഥന്മാരൊക്കെ എടുക്കുന്നുണ്ട്. ഇനി കാരണം അവർ നിങ്ങളെ മാതാപിതാക്കളോട് ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് എനിക്ക് യൂട്യൂബിൽ വന്നിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ളതല്ല. ഇനിയെങ്കിലും മനസ്സിലാക്കുക. എന്നെപ്പോലൊരു എന്തുകൊണ്ടാണ് ഇത് പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
നോക്കൂ, ഏഴാം ഭാവാധിപൻ ആദ്യം നോക്കും ലഗ്നത്തിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്ക് കണ്ണു ഓടിക്കുക വിവാഹഭാവം നോക്കുമ്പോൾ. അല്ലാണ്ട് 2, 4, 7, 8, 10 ലഗ്നം ചന്ദ്രൻ ശുക്രാലൊക്കെ മാർക്കിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഏഴാം ഭാവത്തിന് ദോഷം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നോക്കൂ, ഇവിടെ അതാണ് ഇത് പാപസ്വാമി നോക്കി പോയ ഒരു വ്യക്തിയാണ്. അതായത് ഈ ജ്യോതിഷി പറഞ്ഞു ഈ കൊച്ചിന് 8 പാവനുണ്ട്, അതേ 8 പാവനുള്ള ഒരാളെ നോക്കണം, അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുന്ന പറഞ്ഞത്. ഈ ഒരാളുടെ 8ാം ഭാവത്തിന് ദോഷം വന്നിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ജാതകത്തിലാണ്. സ്ത്രീയുടെ ഒരു ഗ്രഹനിലയിൽ 8ാം ഭാവത്തിന് ദോഷമുണ്ടെങ്കിൽ അത് ഭർത്താവിനെ എങ്ങനെ ബാധിക്കണം ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുക. എൻ്റെ ഗ്രഹനിലയിൽ എനിക്ക് 8ാം ഭാവത്തിൽ കുജനോ ശനിയോ നിൽക്കുന്നുണ്ട്, അത് ചാരവശാലൊക്കെ വരുമ്പോൾ എനിക്കാണ് ദുരിതം കൊടുക്കണം, ഒരിക്കലും ഭർത്താവിന് ദുരിതം കൊടുക്കില്ല. നിങ്ങൾ ചിന്തിക്കുക, ഒരാളുടെ ഫലം മറ്റേയാൾക്ക് എങ്ങനെ കൊടുക്കണേ? ശാസ്ത്രീയമായിട്ട് ബോധത്തോട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മലയാളികൾ ഒന്ന് ചിന്തിക്കുക. വിവരവും വിദ്യാഭ്യാസവും കഴിവുണ്ടായിട്ട് കാര്യമില്ല, പക്ഷെ ഒരാൾ പറയുമ്പോൾ അത് ശാസ്ത്രീയ വശങ്ങൾ ഉണ്ടോ എന്നും കൂടി നോക്കിയിട്ട് മനസ്സിലാക്കുക. നോക്കൂ, 7ാം ഭാവാധിപൻ ഇവിടെ ലഗ്നത്തിന്റെ 7ാം ഭാവാധിപൻ നോക്കൂ, കുജൻ 8 പുരുഷ ജാതകത്തിൽ 8ലേക്ക് പോയി. അതുമാത്രമല്ല 7ാം ഭാവാധിപൻ എന്ന് പറയുന്നത് അതായത് പുരുഷ ജാതകത്തിൽ ശുക്രനാണ് 7ാം ഭാവത്തിന്റെ കളത്രകാരൻ. പുരുഷ ജാതകത്തിൽ ശുക്രനെ നോക്കണം, പരമപ്രധാനം. ഭാര്യാകാരകനാണ്. ആ ഭാര്യാകാരകൻ എന്ന് പറയുന്നത് നോക്കൂ, ലഗ്നാധിപനായാലും 8 പോയത് മാത്രമല്ല, 7ാം ഭാവാദി 8 പോയത് മാത്രവുമല്ല, ശനിയുടെ ബന്ധമാണ്. അവിടെ യോഗകാരകനാന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയരുത്. വിദ്യാഭ്യാസം നോക്കിക്കഴിഞ്ഞാൽ വേറെ തലത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചു. പക്ഷെ കർമ്മം നോക്കി വിദ്യാഭ്യാസം നോക്കിക്കഴിഞ്ഞപ്പോൾ വേറെ തലത്തിലേക്ക് നോക്കി, വിവാഹം നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അതും വേറെ. കാരണം ഓരോ കാര്യത്തിന് ഓരോ സംഗതികൾ നോക്കണം. നോക്കൂ, 7ാം ഭാവാധിപൻ 8 പോയി, 7ാം ഭാവാധിപന് ശനി ബന്ധം, ഭർത്തകാരകന് ശനി ബന്ധം, അതേപോലെ തന്നെ ലഗ്നാധിപന് ശനി ബന്ധം. അങ്ങനെ 7 ബന്ധപ്പെടുന്ന ഗ്രഹങ്ങളെല്ലാം 8 പോയി എന്നുള്ളതും കൂടിയാണ്. ഇവിടെ അശാസ്ത്രീയമായിട്ട് ഒരു തിരുമേനി നോക്കിക്കൊടുത്ത ഗ്രഹനിലയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതാണ് ജ്യോതിഷം ചെയ്യുന്നത്. ഒരു പഞ്ചാംഗം, ഒരു നക്ഷത്ര പൊരുത്തം, അല്ലെങ്കിൽ ഒരു നക്ഷത്ര പൊരുത്തത്തിന്റെ ഇപ്പൊ ബുക്കൊക്കെ കിട്ടും നക്ഷത്ര പൊരുത്തത്തിന്റെ, അതായത് നക്ഷത്രങ്ങൾ തമ്മിൽ ഒരു വിവാഹ ബന്ധത്തിന്റെ ഉള്ളൊരു പൊരുത്ത പട്ടിക കിട്ടും. അത് നോക്കിയിട്ട് ഒരു ശാന്തിക്കായാലും ഒരു പഞ്ചാംഗം ഉണ്ടെങ്കിൽ കറക്റ്റായി എന്ന് പറഞ്ഞതല്ല ജ്യോതിഷം. ജ്യോതിഷം പഠിക്കണമെങ്കിൽ, യഥാർത്ഥത്തിൽ പഠിക്കണമെങ്കിൽ ഞങ്ങളൊക്കെ തല പുകഞ്ഞ് പഠിച്ച ആൾക്കാരാണ്. അല്ലാണ്ട് ഒരു പഞ്ചാംഗം ഒരു നമ്മുടെ ബുക്ക് സ്റ്റോളിൽ പോയിട്ട് ഒരു ബുക്ക് മേടിച്ചിട്ട് അത് നോക്കി പഠിച്ചതല്ല. ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളും കൂടി പഠിച്ചിട്ടാണ് ഈ ജ്യോതിഷത്തിലേക്ക് ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങളെ മുമ്പിൽ സംസാരിക്കണത്. നോക്കൂ, സ്ത്രീ ജാതകത്തിൽ 7ാം ഭാവം നോക്കൂ. 7ാം ഭാവാധിപൻ എവിടെ? 7ാം ഭാവത്തിൽ ചന്ദ്രനുണ്ട്, ബലവാനാണ്, പക്ഷെ 12ാം ഭാവാധിപനാണ്. നോക്കൂ, ഒരു ദുസ്ഥാനത്തിന്റെ അധിപൻ 7 നിൽക്കുന്നു. അതുമാത്രമല്ല 7ാം ഭാവം 8 പോയി. 2 പേരുടെ 7ാം ഭാവത്തിൽ 7ാം ഭാവാധിപൻ 8 പോയി എന്ന് മാത്രമല്ല, നോക്കൂ, ശനി നിൽക്കുന്ന രാശിയിൽ നിന്ന് സ്ത്രീഗ്രഹനിലയിൽ വ്യാഴത്തിന് പരിപൂർണമായിട്ട് പരിഗണന കൊടുക്കണം. ആ സ്ത്രീ ജാതകത്തിലും വ്യാഴത്തിന് ഗുരുബന്ധം വന്നിരിക്കണു. അതുമാത്രമല്ല നമ്മുടെ ബുധന് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശനിക്ക് 7ാം ഭാവാധിപനും കുജനും ബന്ധം വന്നിരിക്കണു. 7ാം ഭാവാധിപന് ലഗ്നത്തിൽ നിൽക്കുന്ന കുജൻ 8 ദൃഷ്ടി, കുജന് ബന്ധം വന്നു. ഭർത്തകാരകൻ വ്യാഴത്തിന് ബന്ധം ശനി ബന്ധം വന്നിരിക്കുന്നു. അങ്ങനെ 7ാം ഭാവം കൊണ്ട് എല്ലാവർക്കും ഈ ശനി 2 പേർക്കും ശനിയുടെ ബന്ധം കൊണ്ടും 7ാം ഭാവാധിപന് ഒരു കാരണവശാലും 8 പോണത് ദുരിതം തന്നെയാണ്. അതുമാത്രമല്ല ഇവരിനി 5ാം ഭാവം സന്താന ഭാവം നോക്കൂ. 5ാം ഭാവം എന്താണ്? അവിടെ 5ാം ഭാവം സ്ത്രീഗ്രഹങ്ങളിൽ 5ാം ഭാവം എവിടെ പോയി? 5ാം ഭാവാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്, സ്വക്ഷേത്ര ബലവാനാണ്. അതുമാത്രമല്ല സന്താന കാരകൻ ആരാണ്? 5 കൊണ്ടാണ് സന്താനം ചിന്തിക്കുന്നത്. കാരകൻ വ്യാഴം. ആ വ്യാഴത്തെയും വ്യാഴം ബലവാന എന്ന് പറഞ്ഞില്ല, അവിടെ ശനി ബലം കൊടുത്തില്ലേ? അല്ലെങ്കിൽ ശനിയുടെ ശനി 5ലേക്ക് ശനിയുടെ ആ സന്താന കാരകന് ശനി ബന്ധം വന്നില്ലേ? കാരകന് ബലക്കുറവ് വന്നു സ്ത്രീക്ക്. അങ്ങനെ അതുമാത്രമല്ല ഈ
കുജൻ എന്ന് പറയുന്നത് കുജൻ ലഗ്നാധിപൻ ദൃഷ്ടിയുണ്ട്. ചന്ദ്രൻ 12ാം ഭാവാധിപനാണ്. അവിടെയും ഈ ദുരിതം കൊടുത്ത് സന്താനത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീയുടെ ഗ്രഹനിലയിൽ ഗർഭപാത്രമായിട്ട് ഓവുലേഷന്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് സന്താനങ്ങളില്ല, ഡൈവോഴ്സിന്റെ വക്കിലാണ്. ഉത്തമം അതൻ തിരുമേനി പഞ്ചാംഗം നോക്കി മറ്റേ നമ്മുടെ ബുജിസ്റ്റുള്ള ഒരു ബുക്ക് നോക്കിയിട്ട് നെറ്റിലങ്ങ് അടിച്ചു നോക്കി. ഇതിൽ കൂടുതൽ എങ്ങോട്ടാ യോജിക്കേണ്ട അത്രയും പവർഫുൾ ആണ്. പാവന്റെ കൂടെ 8 പാവനുണ്ട്, അതേ 8 പാവനെ കൂട്ടിച്ചേർത്ത ഗ്രഹനിലയാണ്. ഇനി എങ്ങോട്ടാണ് എൻ്റെ മറ്റേ ഈ ആൾക്കാരോട് പറയാ, എൻ്റെ സ്നേഹികളോട് പറയാൻ, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മളിവിടെ വായിട്ട് കീറണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൊട്ടക്കുഴിയിൽ പോവാണ്ടിരിക്കാനാണ്. അതേ നോക്കൂ, 5ാം ഭാവം എവിടെ? 5ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു കഴിഞ്ഞപ്പോൾ ലഗ്നത്തിന്റെ 5ാം ഭാവം എവിടെ? ശൂന്യം. 5ാം ഭാവാധിപൻ നോക്കണം. അവിടെ ഒരു വിവാഹം ഒരു ഇത് നോക്കുമ്പോൾ 5ാം ഭാവാധിപനെ നോക്കണം, അതേപോലെ തന്നെ കാരകനെ നോക്കണം, അതിന്റെ മറ്റ് കാര്യങ്ങൾ നോക്കണം. പുരുഷ ജാതകത്തിൽ 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ 5ാം ഭാവാധിപൻ നോക്കൂ 8 പോയി എന്നു മാത്രമല്ല അവിടെയും ശനി ബന്ധം വന്നു. ശ്രമത്തിന്റെ കാര്യം, അതായത് ബീജത്തിന്റെ കാരകൻ ശുക്രനാണ്. ആ ശുക്രനെയും ശനി ബന്ധം. അതുമാത്രമല്ല നാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയണു, ഈ സ്ത്രീ ജാതകത്തിൽ നമ്മൾ ചന്ദ്രൻ, കുജൻ, ഗുരു ഇവർ 3 പേര് സ്ത്രീ ജാതകത്തിൽ പരിഗണന കൊടുക്കണം. പുരുഷ ജാതകത്തിൽ ഗുരു, രവി, ശുക്രൻ ഇവർക്ക് 3 പേർക്ക് പരിഗണന കൊടുക്കും. നോക്കൂ, ഇവിടെ നോക്കൂ, ശനി കാരകനെ ഈ 5ലേക്ക് ദൃഷ്ടി, ശനിക്ക് വ്യാഴത്തിന് ദൃഷ്ടി, അതേപോലെ ശ്രമത്തിന്റെ കാരകന് ശനിബന്ധം, 5ാം ഭാവാധിപൻ എന്ന് പറഞ്ഞ ബുധന് ശനിബന്ധം. അങ്ങനെ ആകെ കൂടിയിട്ട് 2 പേരുടെയും 7ാം ഭാവം കൊണ്ടും 5ാം ഭാവം കൊണ്ടും ദുരിതമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നല്ല 2 പേർക്ക് വിദ്യാഭ്യാസം കരിയറൊക്കെ നല്ലത് കൊടുത്തു. പക്ഷെ ഇങ്ങനെയുള്ള ഗ്രഹനിലയല്ല ജ്യോതിഷി കൂട്ടി ചോദിക്കുന്നത്. ജ്യോതിഷം എന്നുള്ളത് പഠിച്ച ആൾക്കാരുടെ തന്നെ നോക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ വലിയവനെ ചോദിക്കും. അല്ല, ഞാൻ വലിയവനല്ല, ഞാൻ ലോകം അറിയപ്പെടുന്ന കേരളം അറിയപ്പെടുന്ന പണ്ഡിതനല്ല. പക്ഷെ യഥാർത്ഥ ജ്യോതിഷം എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഒരു പഞ്ചാംഗം, ഒരു നക്ഷത്ര പൊരുത്തത്തിന്റെ പട്ടികയും കൊണ്ട് പോയിട്ട് സ്വന്തം മോളുടെ ഭാവി കളയാതെ 2 പേരുടെ ഗ്രഹനില വിശകലനം ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങളുടെ ഈ ഗ്രഹനില വിശകലനമായിട്ട്, വിവാഹ പൊരുത്തമായിട്ട് വീണ്ടും വരുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.